നമസ്കാരം. ചിത്രത്തിൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമാണ്. ഇവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ മോദി കാലത്താണ് ജീവിക്കുന്നത്. നാഴികയ്ക്ക് 40 വട്ടം നെഹ്റുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോദി കാലത്ത് വിദേശ നയങ്ങളിൽ പുത്തൻ വഴി തെളിക്കാൻ ഇന്ത്യയുടെ പരമ്പരാഗത വഴികളെ തച്ചു തകർത്ത് മുന്നേറിയ മോദി കാലം. കഴിഞ്ഞ ഒരു ദശകം ഇന്ത്യയെ സംബന്ധിച്ച് അസാധാരണ വഴികളിലൂടെ സഞ്ചരിച്ച കാലമാണ്. അമേരിക്ക ലോക പോലീസാണ്. അവിടെ ഒരു പിടിയുണ്ടെങ്കിൽ എല്ലാമായി എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വിദേശ നയതന്ത്രത്തിൻ്റെ കാലം. ആ സമീപനത്തിൻ്റെ അടിവേരറുക്കുന്ന മോദിയുടെ വഴികളിൽ കല്ലും മുള്ളും വാരിയെറിഞ്ഞ് അപ്രതീക്ഷിതമായി ഇന്ത്യയെ ചതിച്ച അമേരിക്കയെയാണ്, ട്രംപിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. സ്തംഭിച്ചു നിൽക്കാതെ നേരെ റഷ്യയോടും ചൈനയോടും ചേർന്ന് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യം ഇപ്പോൾ പഴയ നെഹ്റു കാലത്തേക്ക് തിരിച്ചു പോവുകയാണ്. അതാണ് നമ്മുടെ വഴി, അതാണ് നമ്മുടെ ആശ്രയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് യഥാർത്ഥ വഴി തിരിച്ചറിയുകയാണ് എന്നർത്ഥം. നെഹ്റു മോദിക്ക് ശരിയാകുന്ന ഈ കാലത്തെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. നെഹ്റുവിൻ്റെ വഴിയിലൂടെ ഈ പ്രതിസന്ധി കാലത്ത് നരേന്ദ്രമോദിയുടെ നേതൃത്വം നടന്നു മുന്നോട്ട് പോകുന്നത് ഒരുപക്ഷെ വർത്തമാനകാലത്തെ കൗതുകം കൂടിയാണ്. ഒപ്പം ഒരു പ്രതിസന്ധിയിൽ അകപ്പെട്ട ഇന്ത്യക്കുള്ള ഒരു രക്ഷാമാർഗം കൂടിയാണ്. ഇന്ത്യയുടെ യഥാർത്ഥ വഴി തിരിച്ചറിയാൻ ഫേക്കായ ഒരു സുഹൃത്തിൻ്റെ ഉള്ളിലിരിപ്പ് അനുഭവിക്കേണ്ടി വന്നു എന്നതാണ് വസ്തുത. അമേരിക്ക റഷ്യയോടുള്ള കലിപ്പ് തീർക്കാൻ ഇന്ത്യയെ കരുവാക്കി. ഇന്ത്യ ഒരു കോളനിയാണ് എന്ന് അമേരിക്ക തെറ്റിദ്ധരിച്ചതുപോലെയാണ് കാര്യങ്ങൾ. പാകിസ്ഥാനുമായുള്ള സ്ഥായിയായ ഗാഢബന്ധം അവർ പരസ്യമാക്കി മുന്നോട്ട് നീങ്ങി. അസീം മുനീറുമായി കച്ചവടം ഉറപ്പിച്ച് അമേരിക്ക പാകിസ്ഥാനെ കൂടിയ സുഹൃത്താക്കുന്നു. ഇന്ത്യയെ നേരെ മറിച്ച് വെറുമൊരു കരുവാക്കി മാറ്റാൻ ശ്രമിച്ചു. അമേരിക്കയുടെ സൗഹൃദത്തിൻ്റെ പ്രഭയിൽ വീണ പാകിസ്ഥാൻ ചൈനയുടെ സഹായമൊക്കെ വേണ്ട എന്ന് വെക്കുന്ന മട്ടിലാണ്. അപ്പുറത്ത് ചൈന ഇന്ത്യയുമായി അടുക്കാനുള്ള വഴി തെളിയുകയും ചെയ്യുന്നു. അതിനൊക്കെ അപ്പുറത്താണ് അമേരിക്കയുടെ ഈ സർജിക്കൽ സ്ട്രൈക്കിനിടെ ഇതിനെ നേരിടാൻ നെഹ്റുവിൻ്റെ നയങ്ങളിലൂടെ റഷ്യയെ മുൻനിർത്തി നാം അതിൻ്റെ നയതന്ത്ര ചാലിൽ ഉറച്ചു നിന്ന് മുന്നോട്ടു പോകാൻ ശ്രമിക്കുന്നു എന്നത്. ട്രംപിൻ്റെ സൗഹൃദത്തിൽ വിശ്വസിച്ച് ഇന്ത്യൻ വിപണിയിൽ ട്രംപിൻ്റെ സ്വകാര്യ കമ്പനിക്ക് വരെ വാതിൽ തുറന്നുകൊടുക്കാൻ നീക്കം നടത്തിയ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നയം പാളിപ്പോയി എന്ന് തിരിച്ചറിയുന്ന വർത്തമാന കാലം കൂടിയാണ് ഇത്. കൊച്ചി പഴയ കൊച്ചിയല്ല എന്നത് ബിഗ് ബിയിൽ ബിലാൽ പറയുന്നൊരു ഡയലോഗാണ്. അതുപോലെ റഷ്യ പഴയ റഷ്യയല്ല, പഴയ സോവിയറ്റ് യൂണിയനുമല്ല. പക്ഷേ ലോകരാഷ്ട്രങ്ങളുടെ ചേരിയിൽ അമേരിക്കയോട് വെല്ലുവിളിച്ച് നിൽക്കുന്ന വമ്പരിൽ മുമ്പൻ തന്നെയാണ് റഷ്യ. യുക്രൈൻ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങാൻ ട്രംപ് ചെയ്യാത്ത ചെയ്ത്തുകളില്ല. എന്നാൽ രാജ്യ താൽപ്പര്യം ബലികഴിച്ച് മുന്നോട്ടു പോകാനില്ല എന്ന ഉറച്ച നിലപാടിൽ പുടിനും റഷ്യയും ഉറച്ചു നിന്നത് ട്രംപിന് തിരിച്ചടിയായി. ഇതേസമയം വിദേശ നയങ്ങളിൽ പഴയ റഷ്യയുടെ നിലപാടുകളിൽ കാര്യമായി വെള്ളം ചേർത്തതുമില്ല അവർ. USSR അല്ലെങ്കിൽ സോവിയറ്റ് റഷ്യ അന്ന് പിരിച്ചുവിട്ടപ്പോൾ ആ പാരമ്പര്യം പേറി നിൽക്കാൻ കെൽപ്പുണ്ടായത് റഷ്യക്ക് തന്നെയാണല്ലോ. ഇന്ത്യയുടെ ലോകത്തെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു റഷ്യ. 1955 ബന്ദുങ് സമ്മേളനത്തിന് ശേഷം സോവിയറ്റ് ലീഡർ നികിത ക്രൂഷ്ചേവ് ഇന്ത്യ സന്ദർശിച്ചു. അതൊരു പുതിയ സൗഹൃദത്തിൻ്റെ തുടക്കമായിരുന്നു. ആ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞു, സോവിയറ്റ് യൂണിയനുമായുള്ള ഞങ്ങളുടെ ബന്ധം ഒരു രാഷ്ട്രീയ അജണ്ടയിൽ നിന്നല്ല, സമാധാനത്തിൻ്റെയും പുരോഗതിയുടെയും പങ്കാളിത്തത്തിൽ നിന്നാണ് എന്ന്. അമേരിക്കയുടെ താൻപോരിമയും അധീശത്വ അതിക്രമങ്ങളും രാജ്യത്തിന് ഗുണകരമല്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൂടിയാണ് നെഹ്റുവിൻ്റെ വിദേശ നയങ്ങൾ തീരുമാനിക്കപ്പെട്ടത്. ഇന്ത്യയുടെ യഥാർത്ഥ പാത അന്ന് വൃത്തിയായി രൂപീകരിക്കപ്പെട്ടത്. ചൈനയുമായി പോലും നല്ല ബന്ധത്തിനാണ് ഇന്ത്യ അന്ന് ശ്രമിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ചൈനയുമായി യുദ്ധത്തിലേക്ക് നയിക്കപ്പെട്ട ഇരുണ്ട കാലം നമുക്കുണ്ടായി എന്നത് ചരിത്രത്തിലെ വൈരുദ്ധ്യം. അപ്പോൾ പോലും റഷ്യ ഇന്ത്യയെ സഹായിച്ചു. സോവിയറ്റ് റഷ്യ എക്കാലത്തും ഇന്ത്യക്ക് ലോകത്തിന് മുന്നിൽ, പ്രത്യേകിച്ചും ലോക പോലീസായ അമേരിക്കയ്ക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കാൻ കെൽപ്പ് നൽകിയ സൗഹൃദ ശക്തിയായി നിലകൊണ്ടു. ഇന്ത്യയുടെ അഭിമാനകരമായ പ്രതിരോധ ശക്തിയിൽ പോലും റഷ്യയുടെ സഹായം ഉണ്ടായിരുന്നു. പിന്നീട് ചൈന യുദ്ധാനുഭവത്തിന് ശേഷം 1961 നെഹ്റു പറഞ്ഞ വാക്കുകൾ നിരന്തരം നെഹ്റുവിനെ പരിഹസിച്ചു നടക്കുന്ന മോദിക്കും മോദിസ്റ്റുകൾക്കും ഇപ്പോഴെങ്കിലും ഒരു പാഠപുസ്തകമായി മാറുകയാണ് യാദൃച്ഛികമായി. അന്ന് നെഹ്റു പറഞ്ഞു, ഞങ്ങളുടെ സൗഹൃദം ഞങ്ങളെ ശക്തമാക്കുന്നു, പ്രത്യേകിച്ചും ഈ ദുഷിച്ച കാലത്ത്, ഈ ദുഷ്കാലത്ത് എന്ന്. ഏത് ദുഷ്കാലത്തും റഷ്യ ഇന്ത്യക്കൊപ്പമുണ്ടായിരുന്നു. UN പാകിസ്ഥാന് വേണ്ടി കൊടുമ്പിരിക്കൊണ്ട പ്രമേയങ്ങളുടെ ഘോഷയാത്ര നടത്തിയ കാലത്തെല്ലാം
റഷ്യയുടെ വീറ്റോ പവറിൽ അമേരിക്കയുടെ ആ പ്രമേയങ്ങളെല്ലാം ചവറ്റുകൊട്ടകളിലേക്ക് എറിയപ്പെട്ടു. പാകിസ്ഥാൻ യുദ്ധകാലത്ത് ബംഗ്ലാദേശിനായി ഇന്ദിരാഗാന്ധി ഏറ്റെടുത്ത ദൗത്യം പരാജയപ്പെടുത്താൻ അമേരിക്ക ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ലോക പോലീസിനെ വെല്ലുവിളിക്കാൻ ഇന്ദിരാഗാന്ധിക്ക് ധൈര്യം നൽകിയതും സോവിയറ്റ് റഷ്യയായിരുന്നു. പിന്നീട് USSR പിരിച്ചുവിട്ടപ്പോൾ റഷ്യ ആയപ്പോഴും ഇന്ത്യയുമായുള്ള സഹകരണത്തിൽ വെള്ളം ചേർത്തില്ല. ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള ബന്ധങ്ങളിൽ റഷ്യയുടെ സൗഹൃദത്തിൻ്റെ അടിത്തറ നിർണായക ശക്തിയായി നിലകൊണ്ടിരുന്നു. എന്നാൽ കാലം മാറിയപ്പോൾ, ഇന്ത്യയിൽ നരേന്ദ്രമോദി യുഗം പിറന്നപ്പോൾ സംഗതിയാകെ അട്ടിമറിക്കപ്പെട്ടു, മാറ്റപ്പെട്ടു. കെട്ടുകാഴ്ചകളുടെ അന്താരാഷ്ട്ര വിരുന്നുകളിൽ നാം അഭിരമിച്ചു. ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രംപിൻ്റെ ആരാധകനായി മാറിയ കാലം. ട്രംപിന് വേണ്ടി വോട്ട് ചോദിക്കാൻ വരെ ഇറങ്ങിത്തിരിച്ച നമ്മുടെ പ്രധാനമന്ത്രി. അമേരിക്കയും ഇസ്രായേലും നമ്മുടെ അസാധാരണ സുഹൃത്തുക്കളായി മാറുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ലോക സമീപനത്തിൽ വെള്ളം ചേർക്കപ്പെട്ടു. ലോക പോലീസും അതിൻ്റെ വടിയായ ഇസ്രായേലും എങ്ങനെ ഇന്ത്യയുടെ സുഹൃത്തുക്കളായി? എന്തിന് ഇന്ത്യയുടെ സുഹൃത്തുക്കളായി? ഇതിനുത്തരം ഒന്ന് മാത്രം. അതിന് അവർക്ക് രണ്ടുപേർക്കും അവരുടേതായ പദ്ധതികൾ ഉണ്ടായിരുന്നു. ഒടുക്കം ആ പദ്ധതി തിരിച്ചറിയാൻ നമുക്ക് 10 വർഷം താമസിക്കേണ്ടി വന്നു. ഇന്ത്യയുമായി ഒരു സാമ്പത്തിക യുദ്ധം പ്രഖ്യാപിച്ച അമേരിക്ക രംഗത്ത് വന്നപ്പോഴാണ് നമുക്കിത് മനസ്സിലായത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ മോദി കെട്ടിപ്പൊക്കിയ ആ ചീട്ടുകൊട്ടാരം, അമേരിക്കയുമായി നമ്മളുണ്ടാക്കിയ സൗഹൃദത്തിൻ്റെ കൊട്ടാരം പൊട്ടിപ്പൊളിഞ്ഞ് താഴെ വീണ് കിടക്കുകയാണ് ഇപ്പോൾ. ട്രംപിന് വേണ്ടി അവിടുത്തെ ആഭ്യന്തര തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കാൻ പോലും മടിച്ചിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി. ലോകരാഷ്ട്ര നേതാക്കളുടെ സൗഹൃദം വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്, രാജ്യത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് തിരിച്ചറിയാതെ നാം നടത്തിയ നീക്കങ്ങൾ വ്യർത്ഥമാണ് എന്ന് തെളിയിക്കപ്പെടുകയാണ്. 50% പകരച്ചുങ്കം ചുമത്തി ഇന്ത്യൻ ഉൽപ്പന്നങ്ങളെ, ഇന്ത്യയെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് കെട്ടുകെട്ടിക്കാനുള്ള നീക്കം ഇതാണ് തെളിയിക്കുന്നത്. രാജ്യങ്ങളുടെ നേതാക്കൾ തമ്മിലുള്ള സ്നേഹം വ്യക്തിപരമാണ്. രാജ്യങ്ങൾ തമ്മിലുള്ള സ്നേഹം അത് മാത്രമാണ് ശാശ്വതം. രാജ്യങ്ങൾക്കിടയിൽ വ്യക്തികളില്ല, അതത് രാജ്യങ്ങളിലെ മനുഷ്യരേ ഉള്ളൂ. ആ മനുഷ്യരെ പെരുവഴിയിലാക്കുന്ന സമീപനം ആരെടുക്കുമ്പോഴും നേതാക്കൾ തമ്മിലുള്ള സൗഹൃദം അപ്രസക്തമാകുന്നു. അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുഹൃത്തുക്കളല്ല എന്ന് തിരിച്ചറിയേണ്ട ഘട്ടം വരുന്നു. റഷ്യയെ മുൻനിർത്തി അമേരിക്കയ്ക്കുള്ള താല്പര്യം നേടിയെടുക്കാൻ ട്രംപ് ഇന്ത്യയെ കരുവാക്കാനാണ് നോക്കിയത്. ഇന്ത്യ പരാജയപ്പെടില്ല. കാരണം നമ്മുടെ പാരമ്പര്യം അതാണ്. ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ നമുക്കുള്ള അനുഭവ സമ്പത്ത് അതാണ്. ആ അനുഭവ സമ്പത്തിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു വരുന്നത്. അത് നെഹ്റു സൃഷ്ടിച്ച ആ പാതയിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചതാണ്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ രാജ്യം ആ വഴിയിലൂടെ നീങ്ങുകയാണ്. നെഹ്റുവിനെ ചീത്ത വിളിച്ച് നടന്നയാൾ ഒടുക്കം ആ നെഹ്റുവിൻ്റെ വഴി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയല്ല, ചേരിചേരാ നയത്തിൽ കൂടി ഊന്നി നാം സൃഷ്ടിച്ചെടുത്ത നമ്മുടെ ലോക സൗഹൃദങ്ങളാണ്. ഏറ്റവും ഒടുവിൽ നല്ല സുഹൃത്തായ റഷ്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ഒപ്പമുള്ള സഞ്ചാരമാണ് ഇന്ത്യക്ക് അഭികാമ്യം എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. സൗഹൃദം ഉപാധികളില്ലാത്തതും സ്വാർത്ഥതയിലൂന്നിയല്ലാത്തതും ആകുമ്പോഴാണ് മനോഹരമാകുന്നത്. രാജ്യത്തിൻ്റെ കരുത്തിന് അത് ആധാരമാകുന്നതും അപ്പോഴാണ്. ട്രംപിൻ്റെ സൗഹൃദത്തിൽ മോദിയും ട്രംപും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമേരിക്കയും ഇന്ത്യയും അവിടെ കടന്നു വന്നില്ല. അമേരിക്ക കടന്നു വന്നു, ഇന്ത്യ അതിലില്ലായിരുന്നു. ഈ വസ്തുതയാണ് ഇപ്പോൾ വെളിപ്പെടുത്തപ്പെട്ടത്. അമേരിക്കയുടെ അപ്രതീക്ഷിത ആഘാതം മറികടക്കാൻ വളരെ പെട്ടെന്ന് ഇന്ത്യക്കൊരു തീരുമാനം കൈക്കൊള്ളാൻ കഴിഞ്ഞത് ഭൂതകാല അനുഭവങ്ങളുടെ തുടർച്ച ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഇന്ത്യയുടെ അടിത്തറ ഭദ്രമായതുകൊണ്ടാണ്. റഷ്യയുമായി കൂടിയ ബന്ധത്തിലേക്ക് തിരിച്ചു നടക്കാനുള്ള സാധ്യതകൾ ഇന്ത്യ തേടി. ട്രംപിൻ്റെ ചുങ്കപ്രഖ്യാപനത്തിന് പിന്നാലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഈ മാസം 7-ന് മോസ്കോ സന്ദർശിച്ചു. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായി ചർച്ചകൾ നടത്തി. ഇന്ത്യയുടെ വിപണി സാധ്യതകൾക്ക് മങ്ങലേൽപ്പിച്ച അമേരിക്കയുടെ നീക്കത്തെ മറികടക്കാനുള്ള സാധ്യതകളാണ് നാം ആരായുന്നത്. അതിന് ഇരു രാജ്യങ്ങളും തമ്മിൽ അടിയന്തരമായി നടത്തേണ്ട നീക്കങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. ചൈനയെ തൊടാതെ ഇന്ത്യക്ക് മാത്രം 50% ചുങ്കം ഏർപ്പെടുത്തി അമേരിക്കയിലെ ഇന്ത്യൻ വിപണി പൂട്ടിക്കാനായിരുന്നു ട്രംപിൻ്റെ നീക്കം. അതുവഴി ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യക്കുമേൽ കുഴപ്പത്തിൽ ചാടിക്കാനുള്ള നീക്കം, ഇന്ത്യയെ അതിന് കരുവാക്കാനുള്ള നീക്കം, അതും റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി നടത്തുന്നു എന്നുള്ള കാരണം അതിന് ആധാരമാക്കി. എന്നാൽ റഷ്യ ഉടൻ ഈ നീക്കത്തെ അസാധാരണമായ വേഗത്തിൽ എതിർത്തു. ഇന്ത്യക്കെതിരായ നീക്കത്തെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന സമീപനം അന്താരാഷ്ട്ര മര്യാദക്ക് നിരക്കുന്നതല്ല എന്ന് റഷ്യ പറഞ്ഞു. സ്വതന്ത്ര രാജ്യങ്ങൾക്ക് തങ്ങളുടെ വ്യാപാര പങ്കാളികളെ തെരഞ്ഞെടുക്കാനുള്ള അവകാശമുണ്ട് എന്നും അമേരിക്കയെ റഷ്യ ഓർമ്മപ്പെടുത്തി. അജിത് ഡോവലിൻ്റെ യാത്ര പുടിൻ്റെ ഇന്ത്യ സന്ദർശനത്തിന് വേദിയൊരുക്കും എന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തു വരികയാണ്. ഈ വർഷം ഡിസംബറിലോ 2026 ആദ്യമോ പുടിൻ ഇന്ത്യ സന്ദർശിച്ചേക്കും എന്നാണ് വാർത്തകൾ. അന്തിമമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല എങ്കിലും അതിനിടയിൽ നിർണായകമായ ഔദ്യോഗിക തീരുമാനങ്ങളിലേക്ക് നയിക്കുന്ന ചർച്ചകൾ നടക്കും എന്ന് വ്യക്തമാണ്. ഇത് അമേരിക്കയുടെ ഈ ചുങ്ക പ്രഖ്യാപനത്തിന് ശേഷമാണ് എന്നുള്ളതാണ് ഈ സൗഹൃദത്തിൻ്റെ പ്രധാനപ്പെട്ട ആധാരം. അതിനിടയിൽ ചൈനയുമായുള്ള സഹകരണത്തിൻ്റെ സാധ്യതകളും ഇന്ത്യ തേടുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനത്തിൽ ചൈനയിലെ തിയാൻജിനിൽ നടക്കുന്ന
നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇത് 2019 ഡോക്ലാം സംഘർഷത്തിന് ശേഷം ആദ്യത്തെ ഉയർന്ന സന്ദർശനമാണ്. ട്രംപിൻ്റെ നയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചൈനയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്ക് ഇത് കരുത്തേകും. അമേരിക്കയുടെ 50% ചുങ്കം ഇന്ത്യയുടെ $86 ബില്യൺ കയറ്റുമതിയെ ബാധിക്കുമ്പോൾ തന്നെ ചൈനയുമായുള്ള വ്യാപാരം ഒരു പരിഹാരമായി വിലയിരുത്തുന്നവരുണ്ട്. അതിർത്തി വിവാദങ്ങൾ തുടരുമ്പോൾ തന്നെ രാജ്യ താൽപ്പര്യം മുൻനിർത്തി സൗഹൃദപൂർവ്വമുള്ള നീക്കം ഇരു രാജ്യങ്ങൾക്കും ഉപയോഗപ്പെടുത്താം എന്നാണ് കരുതപ്പെടുന്നത്. ആത്യന്തികമായി അമേരിക്കയ്ക്ക് സ്ഥായിയായ അന്താരാഷ്ട്ര സൗഹൃദങ്ങളില്ല എന്നതാണ് വാസ്തവം. അമേരിക്കയുടെ അതത് കാലത്തെ താൽപ്പര്യങ്ങൾക്ക് വിധേയപ്പെട്ടു നിൽക്കുന്ന രാജ്യങ്ങൾ അതിനുമേലുള്ള അവരുടെ കടന്നുകയറ്റം വിധേയപ്പെടുന്നതോടെ പിന്നെ ആ രാജ്യത്തിൻ്റെ ഗതി അധോഗതിയാകും എന്ന വാസ്തവം. ഇതാണ് ചരിത്രം നമ്മളെയും പഠിപ്പിക്കുന്നത്. ഒരു 10 വർഷക്കാലത്ത് ഫേക്കായ സൗഹൃദം ട്രംപിൻ്റെ തനിനിറം പുറത്തായതോടെ ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ് വലിയ ആശ്വാസം. നെഹ്റുവാണ് ശരിയെന്ന് ഇപ്പോൾ ലോക രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയോട് വിളിച്ചു പറയുകയാണ്. ട്രംപിന് നോബൽ സമ്മാനം കിട്ടണം, അതിനായി യുക്രൈൻ യുദ്ധം എങ്ങനെയെങ്കിലും തീർക്കണം. എങ്ങനെ തീർക്കണം എന്നതല്ല, കച്ചവടം സെറ്റാക്കണം, നോബലും കിട്ടണം. എങ്ങനെ തീർക്കണം എന്നത് നിങ്ങൾ തീരുമാനിച്ചോളുക. ഇതാണ് ട്രംപിൻ്റെ നയം. യുക്രൈനിൽ ധാതു സമ്പത്ത് കൊള്ളയടിക്കാനും റഷ്യയിൽ പുതിയ കച്ചവട സാധ്യത തേടാനും തുടങ്ങി ട്രംപ് എല്ലാ വഴികളും നോക്കി. എന്നാൽ ട്രംപിനെ വിശ്വസിച്ച് നിന്നാൽ പെരുവഴി ആയേനെ എന്ന് റഷ്യക്ക് തിരിച്ചറിവുണ്ടാക്കും വിധത്തിലാണ് ഒടുവിലത്തെ നീക്കം. റഷ്യയുടെ ചിറകരിയാനുള്ള നടപടികൾ, സഹകരിക്കുന്ന രാജ്യങ്ങൾക്കുള്ള ചുങ്കം ചുമത്തൽ. എന്നാൽ അതും ക്ലച്ച് പിടിക്കുന്നില്ല എന്ന തോന്നലുള്ളത് കൊണ്ടോ എന്തോ ഒടുവിൽ ട്രംപ് പുടിനുമായി കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരിക്കുകയാണ്. പിന്നാലെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ നെതന്യാഹുവിനെയും ഏർപ്പാടാക്കിയിട്ടുണ്ട്. തീരുവ പ്രശ്നം പരിഹരിക്കണം എന്നാവശ്യപ്പെട്ട് നെതന്യാഹു രംഗത്തെത്തിയിട്ടുണ്ട്. സംഗതി ചർച്ച ചെയ്യാൻ നെതന്യാഹു ഉടൻ ഇന്ത്യയിലേക്കാണ് വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് PTI റിപ്പോർട്ട് ചെയ്യുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ബന്ധം ശക്തിപ്പെടുത്താനുള്ള സന്ദർശനം എന്നാണ് ഇസ്രായേലിൻ്റെ വാദം. എന്നാൽ അമേരിക്കയുമായുള്ള തർക്കത്തിൽ റഷ്യ ചൈന സൗഹൃദം രൂപപ്പെടുന്നതിലുള്ള അങ്കലാപ്പ് പരിഹരിക്കാനുള്ള നീക്കമായാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഇനിയും ഇന്ത്യ ഇമാതിരി കുറുക്കന്മാർക്ക് തലവെച്ചു കൊടുത്താൽ എന്തു സംഭവിക്കുമെന്ന പാഠം നമുക്ക് മുന്നിൽ നിൽക്കുകയാണ്. ശരിയായ വഴിയിലേക്ക് നാം തിരിച്ചു നടന്നു തുടങ്ങിയിരിക്കുന്നു. ഇന്ത്യക്ക് അതിജീവിക്കാൻ നമ്മുടെ വഴിയുണ്ട്. അത് നാം നടന്ന് വിജയിച്ച വഴിയാണ്. അതിൽ നിന്ന് പിറകോട്ട് നടക്കാൻ നടത്തിയ ശ്രമങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞ് വീണ് തകരുന്ന കാഴ്ചയാണ് 50% ചുങ്കത്തിൻ്റെ രൂപത്തിൽ നമുക്ക് മുന്നിൽ ഒരു ദുരന്തമായി ഉള്ളത്. ഇക്കാലം അത്രയും നെഹ്റുവിനെ ചീത്ത് വിളിച്ച് നടന്നവർക്ക് ഒടുവിൽ ഈ പ്രതിസന്ധി കാലത്ത് ആ വഴി തിരിച്ചു നടക്കേണ്ടി വന്നിരിക്കുന്നു. നമ്മുടെ അതിജീവനത്തിൻ്റെ വഴി അതാണ് എന്ന് ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞതിന് മോദിക്ക് ഒരു നന്ദി പറയാം. രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്ക് രാജ്യത്തെ ഉപയോഗിക്കുമ്പോൾ ദുരന്തങ്ങൾ ചുങ്കം വഴിയും വന്നു പതിക്കുമെന്ന തിരിച്ചറിവോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇന്ത്യ ഇതും അതിജീവിക്കും. നന്ദി, നമസ്കാരം.